കേരളം വെറുക്കുന്ന അവസ്ഥയിലേക്ക് CPM പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പീതാംബരന്റെ വീട്ടിലെത്തിയ CPM നേതാക്കൾ കുടുംബത്തെ ഒതുക്കി. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ നിയമസഹായവും വാഗ്ദാനം ചെയ്തു. മുഖം നോക്കാതെ പ്രതികളെ കൈകാര്യം ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തെ നടുക്കിയ ഈ വാർത്ത പുറത്തുവരുന്നത്. ഇരട്ടക്കൊലക്കേസിൽ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം പിടിയിലായവരിൽ മാത്രമായി ഒതുക്കാൻ നീക്കം നടക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം. CPM-ലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം വഴിമാറുന്നത് എന്നാണ് സൂചന. കൊട്ടേഷൻ സംഘത്തിലേക്ക് അന്വേഷണം നീണ്ടാൽ സംഘം വന്ന വഴികളെക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടി വരും. പാർട്ടിയുടെ പങ്കും തെളിയും. മറ്റാർക്കോ വേണ്ടി കൊലപാതകം പീതാംബരൻ ഏറ്റെടുത്തതാണെന്ന ഭാര്യ മഞ്ജുവിന്റെയും കുടുംബത്തിന്റെയും വെളിപ്പെടുത്തലാണ് പാർട്ടിയെ വിളറി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടാകുമെന്നും ഭയപ്പെടേണ്ട എന്നും പീതാംബരനെ കൈവിടില്ല എന്നും വീട്ടിലെത്തിയ CPM നേതാക്കൾ മഞ്ജുവിനോട് പറഞ്ഞു. കൂടെ അത്യാവശ്യം വിരട്ടും. ഇതോടെ കുടുംബം വിരണ്ടു. കൊടുത്ത പണം അവർ വാങ്ങിയതുമില്ല. കാസർകോട്ടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധം ഉണ്ട് എന്നത് എങ്ങനെയെന്ന വിശദാന്വേഷണം CPM ആഗ്രഹിക്കുന്നില്ല. കണ്ണൂരിലെ ചില നേതാക്കൾ വഴിയാണ് കൊട്ടേഷൻ സംഘത്തെ പീതാംബരൻ ഉപയോഗപ്പെടുത്തിയതെന്നാണ് സൂചനകളും വരുന്നത്. ഇരട്ടക്കൊലപാതകത്തിന്റെ പ്രഹരം കാസർഗോഡിന് പുറത്തേക്ക് നീളാൻ പാർട്ടി ആഗ്രഹിക്കാത്തതിനാൽ കൊലപാതകം പ്രാദേശികമായി നടപ്പിലാക്കിയതാണെന്ന് വരുത്തി തീർക്കാൻ പോലീസിന് നിർദ്ദേശം പോയിട്ടുണ്ടെന്നാണ് വിവരം. കൊലപാതകം നടത്തിയ രീതി നോക്കുമ്പോൾ പ്രൊഫഷണൽ സംഘമാണ് ഇതിന്റെ പിന്നിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കല്യോട്ട് ക്ഷേത്ര ചടങ്ങ് നടക്കുന്നതിനിടെ സംശയകരമായ സാഹചര്യത്തിൽ അപരിചിതമായി എത്തിയ വാഹനവും ഇതിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. ഇവരെക്കുറിച്ച് പോലീസും ദേശവാസികളും സൂചന നൽകിയിരുന്നു. എന്നാൽ അന്വേഷണം ഈ നിലയിലല്ല പുരോഗമിക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ഇരട്ടക്കൊലക്കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ ഉന്നത ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കേസിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പാർട്ടി പറയുമ്പോഴും പ്രതികളെ സംരക്ഷിക്കാൻ ചില നേതാക്കൾ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി ശക്തി കേന്ദ്രമായ പാക്കം വെളുത്തോളിച്ചാൽ ചെറുട്ടയിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് വാഹന ഉടമയെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അവിടെ എത്തിയ ഉന്നത CPM നേതാവ് പോലീസിനോട് കയർത്ത് പ്രതിയെ മോചിപ്പിച്ചു. പിന്നീട് പുലർച്ചെയാണ് ഇയാളെ പോലീസിൽ ഹാജരാക്കിയത്. ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുഞ്ഞിരാമൻ MLA തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു. 19 രാത്രി 9ഓടെ MLA-യുടെ വീടിന് 200 മീറ്റർ അകലെ വെളുത്തോളി ചെറുട്ട വളപ്പിൽ നിന്നാണ് പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെടുത്തത്. സംഭവ ദിവസം രാത്രി ചെറുട്ട വളപ്പിലെത്തിയ MLA പോലീസിനോട് നിന്റെ അന്വേഷണം ഇവിടെ നടത്തേണ്ട കാര്യമില്ല, മേലുദ്യോഗസ്ഥർ പറയുന്ന രീതിയിൽ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. കല്യോട്ട് പെരുങ്കളിയാട്ടം സംഘാടക സമിതി യോഗത്തിന് വരേണ്ടിയിരുന്ന MLA സ്ഥലത്തുണ്ടായിട്ടും വരാത്തത് സംശയാസ്പദമാണ്. കേരള സംരക്ഷണ യാത്ര നടക്കുമ്പോൾ ക്രൂരമായ കൊലപാതകവും കേസന്വേഷണത്തിലെ ഇത്തരം നീക്കങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി കണ്ണിൽ ചോരയില്ലാത്ത ഈ കൊലപാതകം മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.